ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. ഇന്ന് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചപ്പാത്തി ആഴ്ചകളോളം കേടുകൂടാതെയും സോഫ്റ്റായും എങ്ങനെ സൂക്ഷിക്കാം എന്നതിനെ പറ്റിയുള്ള ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് വന്നേക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ യൂസ്ഫുള്ളായ നിങ്ങളൊന്ന് ഷെയറും സപ്പോർട്ടും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആവശ്യമായിട്ട് ഉള്ള സാധനം, ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക. വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കണം കേട്ടോ. ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നമുക്ക് പിന്നീട് ഒരു സ്പൂൺ നെയ്യ് ആവശ്യമുണ്ട്. ആവശ്യത്തിന് ഉപ്പും വേണം. വെള്ളം വെട്ടി തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഗോതമ്പ് പൊടിയിലേക്ക് അത് കുറേശ്ശെയായി ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുക. ഇല്ലേ കൈ ചിലപ്പം പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. കുറേശ്ശെയായി വെള്ളം ഒഴിച്ചു കൊടുക്കുക. സ്പൂൺ വെച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മാവ് നല്ലതായിട്ട് ഒന്ന് വെന്ത് കിട്ടണം. അതുവരെ നമ്മൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അതിനുശേഷം കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്തൊരു കൺസിസ്റ്റൻസി ആവുന്നുണ്ടോ എന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്ക് നമുക്ക് ചപ്പാത്തി പരത്താനായിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുക. ചപ്പാത്തി മാറ്റിലേക്കോ വല്ലോ ഒന്ന് മാറ്റി കൊടുത്താൽ മതിയായിരിക്കും. അതിനുശേഷം ഇതുപോലെ നോർമൽ ചപ്പാത്തിയുടെ പ്രോസസ്സ് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇത് നല്ല ഭംഗിയായിട്ട് അയച്ചെടുക്കുക. മാവ് നന്നായിട്ട് അയച്ചെടുക്കുക. അപ്പോഴത്തേക്ക് ചൂടൊക്കെ പോയി കിട്ടും കേട്ടോ. ഇത് ഒരു ബോളാക്കി എടുക്കുക. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു ചപ്പാത്തി മാറ്റാണ് കേട്ടോ. ഇത് ഒട്ടിപ്പിടിക്കുകയോ അങ്ങനത്തെ ഒന്നും ചെയ്യുന്നതല്ല. പിന്നെ നമ്മൾ ഓർക്കേണ്ട വേറൊരു ടിപ്പ്, ഗോതമ്പ് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അത് പരത്താനായിട്ട് എപ്പോഴും അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ ഡബിൾ ഹോസിൻ്റെ അരിപ്പൊടിയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് അരിപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഇത് ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം മുകളിലും താഴെയും മാവ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ചപ്പാത്തിയുടെ പലകയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് പ്രസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇതാകുമ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടിരിക്കും. പ്രസ്സിലാകുമ്പോൾ ഇച്ചിരി കൂടെ ഹാർഡായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പ്രസ് യൂസ് ചെയ്യാതിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു 8 ദിവസത്തേക്കുള്ള മാവാണ് എടുക്കുന്നത്. ഞാൻ സാധാരണയായിട്ട് ഒരു 8 ദിവസത്തേക്കുള്ള ചപ്പാത്തിയാണ് ഉണ്ടാക്കി വെക്കുന്നത്. എനിക്ക് ടൈം കുറച്ച് കുറവായതുകൊണ്ട്. നിങ്ങൾക്ക് ഈ ഷുഗർ പേഷ്യൻസോ അല്ലെങ്കിൽ ഈ ഡയറ്റ് ചെയ്യുന്നവരോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് ഭയങ്കര ഒരു യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. സോ നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം. അതിന് ശേഷം ഈ ചപ്പാത്തി പരത്തിയതിന് ശേഷം മുകളിലും താഴെയും വീണ്ടും കുറച്ച് അരിപ്പൊടി ഒന്ന് വിതറി കൊടുക്കുക. അതിനുശേഷം 1 by 1 ആയിട്ട് ഇത് നമ്മൾ പാത്രത്തിനകത്ത് എടുത്തു വയ്ക്കുമ്പോഴും സൂക്ഷിക്കുക. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഒരു സ്റ്റീലായിരിക്കും നല്ലത്. എടുത്തു വയ്ക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, അടിഭാഗത്ത് ഉണങ്ങിയ പാത്രമായിരിക്കണം. അടിഭാഗത്ത് കുറച്ച് അരിപ്പൊടി വിതറുക. 1 by 1 ആയിട്ട് ചപ്പാത്തി പറക്കി വെച്ച് കൊടുക്കുക. അതിന് നല്ല സ്പേസ് വേണം കേട്ടോ. ആ പാത്രം ഇച്ചിരി വലുതായിരിക്കണം. പിന്നെ ഒരു വെള്ളം പോലും തൊടരുത്. ഇത് ലിഡുമായിട്ട് അടപ്പുമായിട്ട് ഇതിന് യാതൊരു വിധമായ ടച്ചിങ്സും ചപ്പാത്തി വയ്ക്കുമ്പോൾ പാടില്ല. കുറേശ്ശെയായിട്ട് നിങ്ങൾ അടുക്കി വയ്ക്കുക. അതിനുശേഷം വേറൊരു പാത്രത്തിൽ വേണമെങ്കിൽ നമുക്ക് എടുത്ത് വയ്ക്കാമല്ലോ. ഞാനിപ്പോൾ 2 പാത്രത്തിലായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ദെൻ ഒരു 8th ഡേയിൽ ഞാൻ എടുക്കുന്ന ഒരു ഇതെങ്ങനെ ഇരിക്കുന്നെന്ന് നോക്കാം. കണ്ടോ, യാതൊരു വിധമായ മാറ്റവും ചപ്പാത്തിക്ക് വന്നിട്ടില്ല. പിന്നെ ഒരു ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ 1ാമത്തെ ദിവസം എടുത്തു, 2ാമത്തെ ദിവസം എടുക്കുമ്പോഴെല്ലാം അതിൻ്റെ അടപ്പിൽ കുറച്ച് നീരാവിയൊക്കെ ഉണ്ടാവും. വെള്ളം ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അത് നമ്മളൊരു ഡ്രൈ ആയിട്ടുള്ള തുണി വെച്ചിട്ട് അത് തുടച്ചു കൊടുക്കുക. അകത്തൊന്നും വെള്ളം ആകത്തില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ടിപ്പ് ഓർക്കുക. നിങ്ങളിത് ട്രൈ ചെയ്യുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഓൾ.